ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോയ്ക്കുള്ള സ്വാഗതം. ഇന്നൊരു ഇഫ്താറിന് വേണ്ടി ഞാൻ വന്നതിന്. പിന്നെ വേറൊരു വീഡിയോയിലും കൂടി ഞാൻ ഇഫ്താർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ വീട്ടിലാണ്. ഇത് എൻ്റെ മാമാരെ വീടാണ്. കുറേ ഫ്രണ്ട്സ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ബോയ്സ് ആയിട്ട് ഞാനൊന്നും പറയത്തില്ല, അവർ ഫ്രണ്ട്സ് ഒന്നുമല്ല. പക്ഷേ ഫസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ കുറേ പേരുണ്ട്. അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ഇവളാണ് മെഹനാസ്. ഞാൻ പക്ഷെ മെന്നാന്ന് വിളിക്കത്തുള്ളൂ. രണ്ടാമത്തെ ഫ്രണ്ട് എന്ന് പറയുന്നത് ദുവ ആണ്. ദുവ അവൾ ഓടി കളിക്കുകയാണ്. ഇവളാണ് പിന്നുള്ള ഫ്രണ്ട്. ദുവ എന്നാണ് ശരിക്കുള്ള പേര്. ഞാൻ പക്ഷെ ഉമ്മക്കുള്ളൂന്നേ വിളിക്കത്തുള്ളൂ. ഇവൻ ഇതാണ്ട് ഇവള അനിയനാണ്. ഇവള അനിയനാണ്. പേര് ഫർസാൻ. ഞാൻ അങ്ങനെ വിളിക്കാം. ഫുൾ നെയിം ഫർസാനാണ്. ഞാൻ അങ്ങനെ വിളിക്കും. അയാസ്. ഇവൻ അയാസ് ആണ്. പക്ഷെ ഞാൻ എന്നാലും അയാസിനെ വിളിക്കോളൂ. അടുത്ത ഉമ്മറാണ്. ഇത് ഉമ്മറാണ്. ഞാൻ ഉമ്മറെന്നേ വിളിക്കത്തുള്ളൂ. ഇവള് എൻ്റെ അനിയത്തെ ഞാൻ കുറേ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. പ്ലേയിങ് ഡേ ഇൻ മൈ ലൈഫ് എല്ലാ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കൊണ്ടുപോയി എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളുടെ സ്വന്തം കുടുംബ വീടാണ്. ഈ വീടുണ്ടല്ലോ, ഈ വീട് ഇപ്പം നമുക്കറിയാം സ്റ്റേറ്റ് റോഡിൻ്റെ 4 വരി പാത വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടുത്തെ ഈ വീട് കംപ്ലീറ്റ്ലി പോവുകയാണ്. അപ്പം ഭയങ്കര വിഷമമുണ്ട്. ഈ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം, ഞാൻ ജനിച്ച് വളർന്നതെല്ലാം ഈ വീട്ടിലാണ്. ഇതിൻ്റെ ഓരോ ഭാഗവും എനിക്ക് നൊസ്റ്റാൾജിയാണ്. ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വീടാണ് ഇതെനിക്ക്. കല്യാണം കഴിയുന്നതിന് മുന്നേ ഞങ്ങൾ വേറെ വീട്ടിൽ സെപ്പറേറ്റ് വീട് വെച്ച് മാറിയിട്ടുണ്ടെങ്കിലും ഈ വീടിനോടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അറ്റാച്ച്മെൻ്റാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഞങ്ങൾക്ക് ഈ വീട്. ഓരോ മൂലയും ഓരോ സ്ഥലവും. ഇതായിരുന്നു പണ്ടത്തെ ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത്. പിന്നെ ഒരു വലിയ ഹാളാണ്. ഈ വീട്ടിൻ്റെ ചുവരിൽ ഫുള്ളും എഴുതി കളിച്ചിട്ടുള്ള കുഞ്ഞിലെ ഞാനാണ്. ഫുൾ ചുവരിലും ഞാൻ എൻ്റെ പേരായിരുന്നു എഴുതി വെച്ചിരുന്നത്. റുക്സാന എന്നൊക്കെ പറഞ്ഞ് ഞാനായിരുന്നു എൻ്റെ പേരൊക്കെ എഴുതി വെച്ചിരുന്നത്. ഇത് ഞങ്ങളുടെ കിച്ചൺ സ്റ്റോർ റൂമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമമാണ് ഈ വീട് പോകുന്നതിലും. ഇനി ഈ ഒരു പ്ലേസിൽ ഈ ഒരു വീടും ഇല്ല. അതിന് പകരം എന്താണുള്ളത്, റോഡായിരിക്കും. അപ്പോൾ ഈ ഒരു ഇതൊക്കെ അങ്ങ് മാറും. പിന്നെ വീട്ടിൽ തൊട്ടടുത്ത് ഞങ്ങളുടെ സഹോദരങ്ങളുടെയൊക്കെ വീടാണ്. ഈ വീടും പോകുന്നുണ്ട്. അങ്ങനെ ഈ വീടുകൾ പോകുന്നത് കൊണ്ടും പിന്നെ കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സും, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ടൊരു നോമ്പ് തുറയായിരുന്നു അന്ന്. അപ്പോൾ എല്ലാവരെയും കണ്ടു. വളരെയധികം സന്തോഷമായി. എല്ലാവരെയും കണ്ടു. എല്ലാവരും വന്നു. പിന്നെ ദുആയൊക്കെ ഉണ്ടായിരുന്നു. ദുആയിൽ എല്ലാവരും പങ്കെടുത്തു. അങ്ങനെ എല്ലാവരുടെ ഉള്ളിലും വിഷമമുണ്ട്. പിന്നെ എല്ലാവരെയും കണ്ടതിൽ സന്തോഷവും. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും കണ്ടത്. പിന്നെ ഇതൊക്കെ നോമ്പ് മുറിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ അരിയുകയായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞറിയിക്കുകയായിരുന്നു. പിന്നെ നേരെ നമുക്ക് പിന്നെ ഇതെന്ത് കറി, മട്ടൻ കറിയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. മട്ടൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയമായി. എല്ലാവരും നോമ്പ് തുറക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. നോമ്പ് തുറക്കും. പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, അത് സ്കിപ്പായി പോയതാണ്. നമ്മൾ ദുആയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ദുആയിൽ പങ്കെടുത്തു. പിന്നെ എല്ലാവരും വെയിറ്റിംഗ് ആണ് നോമ്പ് മുറിക്കാനായിട്ട്. അങ്ങനെ അമാലുവിന് ഇന്നലെ നോമ്പില്ലായിരുന്നു. അപ്പോൾ ആ സാധനം കൊണ്ട് വെച്ചതും അവൾ ആദ്യമേ എടുത്ത് ആഹാരമൊക്കെ കഴിച്ചു. അതുപോലെ ആമയും നോമ്പ് മുറിക്കാനായിട്ട് ആദ്യം കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സും പിന്നെ ജ്യൂസൊക്കെ ആയിരുന്നു. നോമ്പൊക്കെ മുറിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിനിടയിലൊക്കെ നടന്നു. പിന്നെ അതിനുശേഷം ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പം,
പെറോട്ട, ഒറട്ടി, ഇടിയപ്പം, പിന്നെ കറിയും ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഓരോ സെക്ഷനായിട്ടാണ് എടുത്തത്. പക്ഷെ ഇത് ലാസ്റ്റ് വീഡിയോ ആയിരുന്നു, ലാസ്റ്റത്തെ ആൾക്കാരിരുന്ന വീഡിയോ ആണ്. ഇടയ്ക്ക് അമ്മാലു ഇടയ്ക്ക് ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായി. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ സിസ്റ്ററായിട്ടുള്ള മെന്ന പോകുന്നതിൽ ഭയങ്കരധികം വിഷമമായിരുന്നു അവൾക്ക്. അപ്പോൾ അതിനിടയിൽ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയായിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കാനായിട്ട് ഇരുത്തിയിരിക്കുകയാണ് എല്ലാവരും. ഒരാളെ വിളിക്കുമ്പോൾ ഒരാളെ കാണില്ല, അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ലാസ്റ്റ് എല്ലാവരെയും എത്തിച്ചു. അങ്ങനെ അതിൻ്റെ വീഡിയോസ് ഫോട്ടോ എടുക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു നമ്മളെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും. ഇതിൽ കുറച്ച് പേര് നേരത്തെ പോയി, അപ്പോൾ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാവരും ഈ വീഡിയോയിൽ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. രാത്രിയല്ലേ, വെട്ടമില്ലാത്തത് കൊണ്ട് ട്യൂബ് ലൈറ്റൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ഫോട്ടോയൊക്കെ എടുത്തു. ഇതാണ് ലാസ്റ്റ് ഫാമിലി ഫോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.